CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കമായി. പ്രതിനിധി സമ്മേളനം കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്ററും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തന റിപ്പോർട്ടും നവകേരള വികസന രേഖയും സമ്മേളനത്തിൽ ഇന്ന് അവതരിപ്പിക്കും. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച നാളെയാണ്. 3 പതിറ്റാണ്ടിന് ശേഷം ദേശിംഗനാടിന്റെ തലസ്ഥാനമായ കൊല്ലം നഗരത്തിൽ CPIMന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊടിയേറി. പ്രതിനിധി സമ്മേളന നഗരിയിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പതാക ഉയർത്തി. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്, 24ാം പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, 24ാം പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്. പ്രസിഡിയം ചെയർമാനായ AK ബാലൻ അവതരിപ്പിച്ച സമ്മേളന അജണ്ട പ്രതിനിധികൾ അംഗീകരിച്ചതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു. കൊല്ലത്തിന്റെ ചരിത്ര പ്രാധാന്യം ഓർമ്മപ്പെടുത്തിയ സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പ്രതിനിധികളെ സമ്മേളന നഗരിയിലേക്ക് സ്വാഗതം ചെയ്തു. കേരള ചരിത്രത്തിൽ ഒരു സർക്കാരിന് തുടർച്ച നൽകാൻ ജനങ്ങൾ തയ്യാറായി. ഒന്നാം പിണറായി സർക്കാരിന്റെ തുടർച്ചയായി രണ്ടാം പിണറായി സർക്കാരിലേക്ക് ഉള്ള വരവിൽ ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ഉണ്ടായത്. CPIM മാത്രമല്ല ഈ ഘട്ടത്തിൽ കരുത്താർജിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ രാഷ്ട്രീയവും ജനങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യമാകുന്ന കാഴ്ചയാണ് ഈ കാലയളവിൽ നമ്മൾ കാണുന്നത്. തുടർഭരണത്തിന്റെ തുടർച്ച ലക്ഷ്യമിട്ടുള്ള നവകേരള രേഖ CPIM പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇന്ന് അവതരിപ്പിക്കും. തുടർന്ന് പ്രവർത്തന റിപ്പോർട്ടും പാർട്ടി സെക്രട്ടറി അവതരിപ്പിക്കും. നാളെയാണ് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച. 8-ന് നവകേരള രേഖയിലുള്ള ചർച്ചയും നടക്കും. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് 8-ന് പാർട്ടി സെക്രട്ടറി മറുപടി പറയും. നവകേരള രേഖയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് 9-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകുക. തുടർന്ന് പുതിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളെയും തെരഞ്ഞെടുക്കും. 9-ന് വൈകിട്ട് 5 മണിക്ക് ആശ്രാമം മൈതാനത്താണ് പൊതുസമ്മേളനം. 24 കൊല്ലം.